അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് കക്കാട എന്ന സ്ഥലത്ത് മധ്യ കേരളത്തിൽ കായ്ച്ച ഒരു അവക്കാഡോയെ പറ്റി നമ്മളൊരു 8 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തൈകൾ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൈകളുടെ ഒരു പണിപ്പുരയിലായിരുന്നു. അപ്പോൾ ഏറെക്കുറെ തൈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം കൊടുക്കാൻ പരുവമായിട്ടുണ്ട്. ഒരു 4-1 തൈയാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് കിട്ടിയത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സബ് ട്രോപ്പിക്കലാണ് അവക്കാഡോ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ചാണ് ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാകമായ തൈയാണിത്. ഏകദേശം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 3 മാസമായ തൈകളാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം ഇപ്പോൾ ഒരു 10,000-ഓളം തൈകൾ ഇപ്പം നമുക്ക് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വില ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 750 രൂപയാണ്. 750 രൂപ റേറ്റാണ്. പിന്നെ ഇത് ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുന്നില്ല, റീറ്റെയിൽ വിൽപ്പന മാത്രമേ ഉള്ളൂ. തൈകൾ ആവശ്യമുള്ളവർ ഇതിൽ നമ്പർ കൊടുക്കാം. നമുക്ക് 2 സ്ഥലത്തായിട്ടാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ വിതരണത്തിനായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ ഓണർ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പലരും ചോദിച്ചു ഇതിൻ്റെ ഓണർ ആരാന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ ആ ഓണർ ഞാൻ വിളിക്കാം. ഇത് സിനാജ് എന്ന് പറഞ്ഞ ആളാണ്. പിറവത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ അവക്കാഡോ കായ്ച്ചത്. അപ്പോൾ ഏകദേശം ഇത് മൂന്നാം വർഷം കായ്ച്ചു. ഇപ്പം നമ്മൾ 4-ാം വർഷമാണ് സിനാജ് എന്നോട് ഇത് പറയുന്നത്. പിറവത്ത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അല്ലേ? ആദ്യം ആ 3-ാം വർഷം കായ്ച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 16 കായ ഉണ്ടായുള്ളൂ. രണ്ടാമത്തെ കാഴ്ചപ്പോൾ ഏകദേശം ഒരു 400 കായ ഉണ്ടായി. അതിലൊരു 200 കായോളം നമുക്ക് പിടിച്ചു കിട്ടി. ബാക്കി ചാടിപ്പോയി. പ്രത്യേകിച്ച് ഇത് പ്ലാന്റ് ചെയ്തപ്പോൾ വേറെ വളരെ രീതികൾ ഒന്നും ചെയ്തില്ല. സാധാരണ ചെയ്യുന്ന പോലെ ചാണകം മാത്രം ഇട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇതിന് ടാഗോട് കൂടിയാണ് ഇപ്പൊ നമ്മൾ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പിറവത്ത് കായ്ച്ച ഈ അവക്കാഡോ ഇത് നമുക്ക് കറക്റ്റ് ഈ ടാഗുള്ള പ്ലാന്റ് മാത്രമാണ് നമ്മൾ വിതരണം ചെയ്യുന്നുള്ളൂ. ജേവോ 3 എന്ന പേരിലാണ് ഇത് വിൽപ്പനയ്ക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ജേവോ 3 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ടാഗുള്ള തൈകളാണ്. ഒന്ന് ജേക്കബ് ഓർക്കാഡ്സ് കൂത്താട്ടുകുളത്ത് എൻ്റെ ഫാമിലാണ് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നത്. പിന്നെ പിറവത്ത് ഈ സിനാജിൻ്റെ വീട്ടിലും ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമുക്കേതായാലും ഈ ടാഗം ഇട്ടേക്കാം. ജേവോ 3 എന്നും പറഞ്ഞാണ് നമ്മൾ ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന അവക്കാഡോ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൽ പൊള്ളോക്ക് നമുക്ക് നന്നായിട്ട് കേരള കാലാവസ്ഥയിൽ മധ്യ കേരളത്തിലൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ് പൊള്ളോക്ക്. പിന്നെ ട്രോപ്പിക്കൽ 2 എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. ഈ പൊള്ളോക്ക്, ട്രോപ്പിക്കൽ 2 ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ അവക്കാഡോ.
പിന്നെ ഇതിൽ റസൽ കഴിച്ചിട്ടുണ്ട്. റസൽ ആണ് എനിക്ക് ഒരു പിടി ടേസ്റ്റിൽ മുൻപിൽ നിൽക്കുന്നതായിട്ട് തോന്നണേ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനം നമ്മൾ ഇതിനാണ് കൊടുത്തിരിക്കുന്നത്. അതെൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരും കൂടെ കഴിച്ചു നോക്കിയിട്ട് ബാക്കി നമുക്ക് നോക്കുക. ഈ വർഷം അത് ഫ്ലവർ ചെയ്തില്ല. കാരണം ഞങ്ങൾ ഒട്ടുമിക്ക തണ്ടുകളും ഏകദേശം ഒരു 10,500 അടുത്ത് തന്നെ കട്ടിങ്, 10,000 അടുത്ത് കട്ടിങ് തന്നെ അതിൽ നിന്ന് എടുത്ത കാരണം ഇത്തവണ മരം വളരെ ശോഷിച്ച് ആണ് നിൽക്കുന്നത്. ശോഷിച്ചെന്ന് പറഞ്ഞാൽ ഇല വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ഫ്ലവർ ചെയ്തിട്ടില്ല. നമുക്ക് നല്ലൊരു അവക്കാഡോ ഇവിടെ കണ്ടെത്താൻ പറ്റിയതിൽ ഒത്തിരി കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളോട് വിളിച്ച് ഇത് എവിടെയാണ്, ഇതിൻ്റെ രുചി നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പലരും വിളിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സിനാജ് അവരൊരു കർഷക കുടുംബമാണ്. സിനാജ് അപ്പച്ചനാണിത്. അപ്പച്ചൻ്റെ പേര് കുഞ്ഞപ്പൻ എന്ന് പറയും. അപ്പച്ചൻ പഴയൊരു ബഡ്ഡിങ് ഒക്കെ അറിയാവുന്ന ഒരാളാണ്. സിനാജിന്റെ മോളാണ്. മോളുടെ പേര് ഒലീവിയ. ഒലീവിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സിലാണ്. ഇത് സിനാജിന്റെ അമ്മയാണ്. പിന്നെ സിനാജിന്റെ വൈഫ് നേഴ്സാണ്. അലൈനിലെ നേഴ്സാണ്. ഒരു പെങ്ങളുള്ളത് മിലിറ്ററി നേഴ്സല്ലേ, അബുദാബിയിലാണ്. ഒരു കർഷക കുടുംബമാണ് ഇവര്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നല്ല ഒരു 8 മാസത്തെ അധ്വാനം ഞങ്ങൾക്ക് ഈ പ്ലാന്റ് പുറത്തിറക്കാനായിട്ട് ഒരു കൂട്ടായ പരിശ്രമത്തിലുള്ള ഈ കുടുംബവും ഞങ്ങളുടെ കുടുംബവും പിന്നെ അതുപോലെ നമ്മുടെ പ്രിൻസ് ചേട്ടനും ദീർഘനാളായി കാത്തിരുന്ന നമ്മുടെ ആഗ്രഹം ഇന്ന് സഫലമാകുകയാണ്. 8 മാസം മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത അതിരുചികരമായ അവക്കാഡോയുടെ ഒരു പ്ലാന്റ് ഇന്ന് സെയിലിനായിട്ട് പുറത്തിറക്കുകയാണ് ജൈവോത്രി. അപ്പോൾ എനിക്കും ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു അവക്കാഡോ പ്ലാന്റ് ചെയ്തിരുന്ന പോലെ ഗ്രാഫ്റ്റ് തൈയാണ്. പക്ഷേ പ്ലാന്റ് ചെയ്ത ആ തൈ എനിക്ക് നഷ്ടപ്പെട്ടു. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇവിടെ നമുക്ക് സീഡ് കാണാം. ഈ സീഡിനോ ഇതിൻ്റെ വേരുകൾക്കോ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും ഷെയ്ക്ക് സംഭവിക്കുക അല്ലെങ്കിൽ ഇളക്കം സംഭവിക്കുക ചെയ്താൽ ഈ പ്ലാന്റ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തൈ പ്ലാന്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സജഷനാണ്, അല്പം കൂടെ വലുതായതിനു ശേഷം നല്ല രീതിയിൽ വേര് വന്നതിന് ശേഷം നമ്മളത് കുഴിയിലേക്ക് വെക്കുമ്പോൾ ഒരു കാരണവശാലും ഈ സീഡിനോ വേരുകൾക്കോ ഒരു ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ഒരു പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ്. അതുകൊണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പിന്നെ ഒത്തിരി ആളുകളുടെ ഉപദേശം ഞങ്ങൾക്ക് ഇതിന് വേണ്ടി വന്നു. കാര്യം മറ്റുള്ള പ്ലാവ്, മാവ് ഇതൊക്കെ ബഡ്ഡിങ്ങും പല ചെടികൾ ലെയറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ മേഖലയിൽ സജീവമായിട്ട് നമ്മൾ രംഗത്തുണ്ട്. പക്ഷേ അവക്കാഡോ നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒത്തിരി പോരായ്മകൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 തൈ നമ്മൾ ഗ്രാഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 5 തൈയൊക്കെയാണ് നമുക്ക് ഇവിടെ പിടിച്ചു കിട്ടുന്നതൊക്കെ. അങ്ങനെ ഈ ട്രോപ്പിക്കൽ വെറൈറ്റി നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടെത്തി നല്ല നല്ല അവക്കാഡോകൾ ഇവിടെ ഇറക്കാനായിട്ട് നമ്മൾ ഇനിയും ശ്രമിക്കുന്നുണ്ട്. വേറെ ഒരു ഇനവും കൂടി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇത്തവണ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷവും നിറച്ച് കായ ഉണ്ടായിരുന്നു. ഈ വർഷം കൂടെ ഞങ്ങളതൊന്ന് നോക്കിയിട്ട് അതും ഒന്ന് വിപണിയിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്.